പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 116 നാം വായിക്കുന്നു, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കരിസ്മാറ്റിക് സെൻറ്റർ ആയ ഡിവൈനിൽ വച്ച് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ, കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ 50-ാം വാർഷികം സുവർണ ജൂബിലി കൊണ്ടാടുന്നത് ഒത്തിരി സന്തോഷത്തോടെ കണ്ടു. ഇപ്പോൾ വളരെ സജീവമായിട്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ എനിക്ക് നന്ദിയോടെ കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കാണുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കർത്താവ് എനിക്ക് വലിയ ശുശ്രൂഷ തന്നിട്ടുണ്ട്. എനിക്ക് നാട്ടിൽ ധാരാളം പ്രയർ ഗ്രൂപ്പ്, യൂറോപ്പിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉള്ളതുപോലെ മരണം മൂലം ഈ ലോകത്തോട് വേർപെട്ട പലരുമായുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് എനിക്കുണ്ട്. അതിലൊന്നാണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നവർ, എന്നെ പ്രോത്സാഹിപ്പിച്ചവർ, നവീകരണത്തെ പ്രോത്സാഹിപ്പിച്ചവർ, അനുഗ്രഹിച്ചവർ, കൂടെ പ്രവർത്തിച്ചവർ. അവരുടെ കൂട്ടത്തിൽ അന്മയനികളുണ്ട്, കന്യാസികളുണ്ട്, വൈദികരുണ്ട്, വൈദിക ശ്രേഷ്ഠന്മാരുണ്ട്. അവരെ ഒന്ന് ഓർക്കുവാൻ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പലരെയും ചിന്തിപ്പിച്ചു കാണും. സ്വർഗത്തിലെ കരിസ്മാറ്റിക്കുകൾ നാട്ടിലെ കരിസ്മാറ്റിക്കുകളെ നോക്കി ചിരിക്കുന്നു. ചിരിക്ക് രണ്ടർത്ഥമുണ്ട്, ഞാൻ പിന്നീടത് പറയാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു കാര്യം പറയുവാൻ സാധിക്കും. 1975 ഞാൻ ആദ്യ കരിസ്മാറ്റിക് ധ്യാനം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മാമ്മൂട്ടിൽ യുവതിയുവാക്കൾക്ക് കൊടുത്തത് മുതൽ കേരളത്തിൻ്റെ വടക്കും തെക്കും പടിഞ്ഞാറും എല്ലായിടത്തും ഓടി നടന്ന് സ്കൂളുകളിൽ, കോളേജുകളിൽ, ഇടവകകളിൽ, അതിനുശേഷം കരിസ് ഭവൻ സ്ഥാപിച്ച് വലിയ കൺവെൻഷനുകൾ ഒക്കെ നടത്തി കർത്താവിലേക്ക് ആളുകളെ നയിക്കുവാൻ കർത്താവ് എന്ന കൃപ ഞാൻ കഴിവതും ഉപയോഗിക്കുവാൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പോൾ 80 വയസ്സായി, വൈദികനായിട്ട് 53 വർഷവും ആയി. ആദ്യകാലത്ത് കരിസ്മാറ്റിക് നവീകരണം വളരാൻ ഒരു മുഖ്യ കാരണം അന്നുണ്ടായിരുന്ന നമ്മുടെ മെത്രാന്മാരെല്ലാം വളരെ പ്രോത്സാഹനം തന്നിരുന്നു. അവരെ ചില കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കണിശമായിട്ടും മാർഗനിർദ്ദേശം തരുമായിരുന്നു. അതാവശ്യവുമായിരുന്നു. ഭാഗ്യസ്മരണനായ ഇപ്പോൾ ദൈവദാസനുമായ ജെറോം ഫെർണാണ്ടസ് കൊല്ലത്തിനെ ഓർക്കുന്നു. ഫെർണാണ്ടസ് പിതാവ് ആയിരുന്നു നമ്മുടെ KSTയുടെ ആദ്യത്തെ ലീഡർ. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, എല്ലാ കേരളത്തിലെ കരിസ്മാറ്റിക് നേതാക്കന്മാരും ഒന്നിച്ചു കൂടിയപ്പോൾ ആരെ തിരഞ്ഞെടുക്കണം എന്ന ചിന്ത വന്നു. അപ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞത് ജെറോം ഫെർണാണ്ടസ് പിതാവിനെ വേണം. അദ്ദേഹം എല്ലാ രൂപതകളിലും പോയി എല്ലാ മെത്രാന്മാരോടും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സവിശേഷതയെപ്പറ്റി, നന്മയെപ്പറ്റി പ്രകീർത്തിച്ചു പറഞ്ഞു എന്നുള്ളത് അത് സത്യമാണ്. അന്ന് മഞ്ഞുമേൽ കൂടിയപ്പോഴായിരുന്നു, ആ മീറ്റിങ്ങിൽ വെച്ചായിരുന്നു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതിനുശേഷം നമ്മളെ പ്രോത്സാഹിപ്പിച്ച മെത്രാപ്പൊലീത്താമാർ, പ്രത്യേകിച്ച് കാർഡിനൽ ആൻ്റണി പടിയര എറണാകുളം, അത് ചങ്ങനാശ്ശേരിയിലായിരുന്നു, ഏറെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ബിഷപ്പ് കൊർണേലിയസ് എലഞ്ഞിക്കൽ വരാപ്പുഴ ആർച്ച് ഡയസിസിലെ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹം കോട്ടയത്ത് വിജയപുരത്തായിരുന്നു. അന്ന് കരിസ്മാറ്റിക് ഗീതങ്ങൾ വരെ എഴുതി തരുമായിരുന്നു, പാടുമായിരുന്നു. പലപ്പോഴും ചെറിയ പ്രസംഗങ്ങളൊക്കെ തരുവാൻ വരുമായിരുന്നു. വളരെ പ്രോത്സാഹജനകമായിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് പീറ്റർ തുരുത്തിക്കോണം, അദ്ദേഹവും വിജയപുരം രൂപതയുടെ മേലധ്യക്ഷൻ, വളരെ പ്രോത്സാഹിപ്പിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു, എന്നെ തസ്കരന്മാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്നോടൊത്ത് നിൽക്കുവാനും എന്നെ ആശ്വസിപ്പിക്കുവാനും മുൻകൈ എടുത്തത് അദ്ദേഹമായിരുന്നു. പിന്നീട് നമുക്ക് ജോസഫ് കുണ്ടുകുളം പിതാവ്, മറക്കാനാവാത്തൊരു വ്യക്തി,
ജോസഫ് കുണ്ടുളം പിതാവ് പ്രസംഗത്തിന് വരുമായിരുന്നു, കാരിഷ് ഭവനിലും വരുമായിരുന്നു. പലയിടത്തും കരിസ്മാറ്റിക് നവീകരണത്തെ പുകഴ്ത്തി തന്നെ പറയുമായിരുന്നു. അദ്ദേഹമാണ് അത് എന്നെ തൃശ്ശൂരിൽ കൊണ്ടുപോയി വൈദികർക്ക് 2 ധ്യാനം കൊടുപ്പിച്ചത്. ഈ ധ്യാനത്തിൽ സംബന്ധിച്ച 3 പേരിന്ന് മെത്രാന്മാരാണ്. അത് ഇന്നത്തെ നമുക്കറിയാം മേജർ ആർച്ച് ബിഷപ്പും അതുപോലെ മെത്രാപ്പൊലീത്തായും വേറൊരു മെത്രാൻ 3 പേരും എൻ്റെ ആ ധ്യാനത്തിൽ പങ്കുകൊണ്ടവരാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി അച്ഛൻ ഏറെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മങ്കുഴിക്കരി മെത്രാന്മാരും അച്ഛന്മാരും എല്ലാം പ്രാസംഗികരായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ വൈരിപ്പിതാവ് പാലായിൽ, മാത്യു വട്ടക്കുഴിപ്പിതാവ് കാഞ്ഞിരപ്പള്ളിയിൽ, മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഇടുക്കിയിൽ, അതുപോലെ ചിറ്റിലപ്പള്ളി പിതാവ് താമരശ്ശേരിയിൽ, അതിന് മുമ്പ് ബോംബെയിലായിരുന്നു. അപ്പോഴെല്ലാം നവീകരണത്തിന് ഏറെ പ്രാധാന്യം തന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവർ ആയിരുന്നു. അതുപോലെ ഇരുമ്പൻ പിതാവ്, അതായത് പാലക്കാട്ടിലെ പിതാവ്, ഞാനിവിടെ ഏറെ ധ്യാനങ്ങൾ കൊടുക്കുന്ന അവസരത്തിൽ ആരിസൂട്ടി ചേച്ചിയൊക്കെ ആയിട്ട് ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ബിഷപ്പ് പോകുമായിരുന്നു. ഒത്തിരി സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ചെറിയ ഉപദേശങ്ങളും പറയുമായിരുന്നു. കറക്ഷൻസ് തെറ്റിദ്ധരുത്തലും തരുമായിരുന്നു. അതുപോലെ ആർച്ച് ബിഷപ്പ് തൂങ്കുഴി അത് മറക്കാനാവാത്ത വ്യക്തിയാണ്. അദ്ദേഹം മാനന്തവാടിയിലായിരുന്നപ്പോൾ എന്നെ കൊണ്ടുപോയത്. അദ്ദേഹം വിളിച്ച കൺവെൻഷന് പ്രസംഗിക്കാൻ പോയ വഴിക്കാണ് തസ്കരന്മാരനെ പിടിച്ചുകൊണ്ട് പോയത്. അതിനുശേഷം തൃശ്ശൂർ വന്നപ്പോഴും അവസാനം വരെ അദ്ദേഹവുമായിട്ട് ഒരു ആത്മീയ ബന്ധവും എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും കരിസ്മാറ്റിക്കുകളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഷെക്കീന തുടങ്ങിയ ടെലിവിഷനിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും പലപ്പോഴും വരുമായിരുന്നു. അതുപോലെ ആർച്ച് ബിഷപ്പ് നമുക്ക് ജോസഫ് പൗവത്തിൽ, ചങ്ങനാശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് എനിക്ക് പെട്ടെന്ന് തന്നയാളാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയൊക്കെ പ്രസംഗിക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ പിതാവ് വളരെ പ്രോത്സാഹജനകമായിട്ട് എന്നോടത്ത് ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ കൺവെൻഷനിലും ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ദീപബലി അർപ്പിക്കാൻ കൂടെ വരുമായിരുന്നു. അതൊക്കെ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ കുന്നശ്ശേരി പിതാവ് കുര്യാക്കോസ് കുന്നശ്ശേരി കോട്ടയം, ആ ബിഷപ്പ് ഹൗസിൽ പോയി കിടക്കുമായിരുന്നു. അദ്ദേഹവും അത് തെറ്റിദ്ധരുത്തലൊക്കെ തരുമായിരുന്നു. അത് നല്ല ഒരു പിതാവായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. നവീകരണ പ്രസ്ഥാനങ്ങൾ കോട്ടയത്ത് സോണിൽ പ്രവർത്തിച്ചപ്പോഴൊക്കെ അനുഗ്രഹപ്രദമായിട്ട് കൂടെ നിന്ന ഒരു പിതാവായിരുന്നു. അതുപോലെ ജെയിംസ് പഴയാറ്റി പിതാവ് ഒത്തിരി സ്നേഹിതനായിരുന്നു. അച്ഛനായിരുന്ന മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, തോപ്പിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതൽ. പിന്നെ അത് തിരുവനന്തപുരത്തേക്ക് മാറിയാലോ 2 പിതാക്കന്മാരെ മറക്കത്തില്ല. മാർ ഗ്രിഗോറിയസ് പിതാവ് കൺവെൻഷനൊക്കെ വരുമായിരുന്നു. അടൂർ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനാ സെൻ്റർ ആരംഭിക്കണമെന്ന് എന്നോട് പറയുമായിരുന്നു. അവിടുത്തെ ബദനി സിസ്റ്റേഴ്സിനും DM സിസ്റ്റേഴ്സിനും എല്ലാം ധ്യാനം കൊടുക്കുവാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. മാത്രമല്ല പിന്നീട് സിറിൽ പിതാവ്, ബസിലിയോസ് പിതാവ്, അദ്ദേഹം എൻ്റെ ആധ്യാത്മിക ഗുരുവും കൂടിയായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് പൂരായിൽ വെച്ച്. അവരെല്ലാവരും വളരെയധികം നവീകരണത്തെ വളർത്തിയവരാണ്. അവരെ നന്ദിയോടെ ഓർക്കുകയാണ്. നിശ്ചയമായിട്ടും സ്വർഗത്തിലെ അവരുടെ പ്രാർത്ഥനകൾ നാം ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ ആവതല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പറയുവാനായിട്ട് തരുവാനായിട്ട് തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നും എന്ന പോലെ സ്വർഗത്തിലെ ഒരു കൂട്ടായ്മയിൽ ഇവരെയൊക്കെ കാണാറുണ്ട്. എൻ്റെ ശുദ്ധിയാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ എന്നെ സഹായിക്കാൻ ഇവരിൽ പലരും വരുന്നവരും ആണ്. അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നിശ്ചയമായിട്ടും അവരുടെയും പൂർവികരുടെയും പ്രാർത്ഥനകളാണ് ഈ നവീകരണത്തിൻ്റെ പിന്നിൽ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ വൈദികരോ, എത്രയോ നല്ല വൈദികർ നവീകരണത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഓടി നടന്ന് പ്രസംഗിച്ചു. നമുക്കറിയാം ആദ്യമായിട്ട് ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പ് അച്ഛന്മാരെ ആരംഭിക്കുന്നത് ഭരണങ്ങാനത്ത് അശീഷിയിലാണ്. അപ്പോൾ നമുക്കറിയാം KK ജോൺ എന്ന MSFസിലെ ഒരു വൈദികൻ, കൊരണ്ടിയാർ കുന്നർ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. അതുപോലെ തന്നെ പള്ളിപ്പുറം ഗ്രേഷ്യൻ അച്ഛൻ, നമുക്കറിയാം ഇന്ന് സ്വർഗത്തിലേക്ക് പടികയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആർമണ്ടച്ഛൻ മാധവത്ത്. ഇവർ ഒന്നിച്ചുകൂടി ഏറ്റുമാനൂർ സെമിനാരിൽ എൻ്റെ അടുക്ക് വരുമായിരുന്നു. കാരണം അവിടെ ഞാൻ ഏറെ ധ്യാനങ്ങൾ കൊടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിക്കുവാൻ അവർ വരുമായിരുന്നു. ജോർജ് വയലച്ചൻ ആദ്യത്തെ മിഷനറി നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് ആദ്യം മിഷന് പോയതും അതിനുശേഷം വലിയൊരു മിഷനറി പ്രവാഹമുണ്ടായതും ഞങ്ങൾ ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
ചിലപ്പോൾ ഫാദർ ഫ്ലോറിൻ, അദ്ദേഹത്തെ നിങ്ങൾ പലരും അറിയില്ലായിരിക്കും. ഫ്ലോറിൻ CMI അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് മാന്നാനത്താണ്. വടക്ക് മലബാറിലൊക്കെ ഏറെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് പ്രചോദനം കൊടുത്ത ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അശീശിയിൽ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാകാനായിട്ടും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും. അവരെയൊക്കെ ഇപ്പോൾ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ നമ്മുടെ അലക്സ് പയ്യമ്പള്ളി അച്ഛൻ ചട്ടി വരുവാൻ നടന്നുകൊണ്ട് എന്ത് സ്നേഹപൂർവ്വം വരുമായിരുന്നു പ്രസംഗിക്കാനായിട്ടൊക്കെ. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വൈദികർക്ക് ധ്യാനം കൊടുത്തപ്പോൾ മലങ്കര റീത്തിൽ കുർബാന ചെല്ലാനുള്ള അനുവാദം എനിക്ക് ഗ്രിഗോറിയസ് പിതാവ് തന്നതും ഇപ്പോഴും എനിക്ക് പോവുകയാണെങ്കിൽ ആ റീത്തിലും ബലിയർപ്പിക്കാനുള്ള അനുവാദമുണ്ട്. പ്രിയമുള്ളവരെ, അതെ, നമുക്ക് ഈ വിശുദ്ധരായവരെ ഓർത്ത് നന്ദി പറയാം. അതുപോലെ തന്നെ നമുക്കറിയാം കുഴിഞ്ഞാലിൽ മോൺസിഞ്ഞോർ, അദ്ദേഹം മാർത്താണ്ഡത്തായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കാനൊന്നും പോയില്ലെങ്കിലും അവിടെയുള്ള സിസ്റ്റേഴ്സിനെയും ആളുകളെയൊക്കെ ധ്യാനിപ്പിക്കുവാനായിട്ട് ഉപദേശിക്കുകയും ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ പലരെയും നമുക്ക് ഓർക്കാനുണ്ട്. അത് റൂഫസ് അച്ഛൻ മണ്ണമൂലം വേർപെട്ടുവെങ്കിലും കേരളത്തിൽ വന്ന് കേരളത്തെ നവീകരണത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ, തർജ്ജമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നന്ദിയോടെ ഓർക്കുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മുടെ KST മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ നേതൃത്വം കൊടുക്കുവാൻ, ആദ്യത്തെ നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ. പിന്നീട് നമുക്കറിയാം കളത്തിലച്ഛനെ, ജോർജ് കളത്തിലച്ഛനെ അപ്പോയിൻ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ ആയിരുന്നു അത് നിയോഗിക്കാൻ പരിശ്രമിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗാരിസ് ഭവൻ തുടങ്ങി, എനിക്ക് സമയമില്ല, അതുകൊണ്ട് എറണാകുളത്ത് വന്ന് എമ്മാവൂശി താമസിക്കാൻ പറ്റില്ല എന്ന് ഇതൊക്കെ ഓർമ്മയിൽ വരികയാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധനായ CJ വർക്കിയച്ഛൻ ആദ്യം മുതലേ നവീകരണത്തിൽ കടന്നു വന്ന് അദ്ദേഹം എൻ്റെ കൂടെ സിസ്റ്റേഴ്സും കൂടി ഒന്നിച്ച് കുളത്തുവയലിൽ ധ്യാനം കൂടി. അവിടെ വെച്ച് എനിക്ക് കിട്ടിയൊരു ദർശനമാണ് സത്യത്തിൽ നവീകരണത്തിലേക്ക് തള്ളിവിടുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. എത്രമാത്രം നമ്മളെ വളർത്തുവാൻ പരിശ്രമിച്ചുവെന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ പുത്തൻകടുപ്പിലച്ഛൻ, കാഞ്ഞിപ്പള്ളി ആൻ്റണി, നെടിയകാലപ്പറമ്പിലച്ഛൻ, എരുമച്ചാടച്ഛൻ, ചങ്ങനാശ്ശേരിയെ ഒരു നല്ല വൈദികൻ, വിശുദ്ധനായ വൈദികൻ. അവർ ഊരാളിൽ, പീറ്റർ ഊരാളിൽ നമുക്കറിയാം ക്രിസ്റ്റീനിൽ താമസിച്ചുകൊണ്ട് ഏറെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹപ്രദമായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ആ ജസ്റ്റിൻ പിനേരോ നമുക്ക് മറക്കാനാവില്ല. ജീവജ്വാലയിലും മറ്റും ലേഖനങ്ങൾ ഈടുറ്റത് എഴുതി ഒരു വിശുദ്ധ ജീവിതം കഴിച്ച് വിജയവരൻ രൂപരെ കഴിഞ്ഞോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദിവംഗതനായി. അതുപോലെ നമുക്കറിയാം കാരിസ് ഭവനിൽ പ്രവർത്തിച്ചിരുന്ന 2-3 വൈദികരെ ഓർക്കുന്നു. ചാക്കോ വാരപ്പടവിൽ, അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ പോയി പിന്നീട് ഒരു ധ്യാനാശ്രമം തുടങ്ങി. അതുപോലെ മുളഞ്ഞനാനിൽ ചാക്കോ മുളഞ്ഞനാനിൽ ഞാൻ കാരിസ് ഭവൻ വിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് സ്വർഗത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അനീഷച്ചൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവരെല്ലാം സ്വർഗത്തിൽ നിന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആണ്. അതുപോലെ തന്നെ കുറുപ്പൻ പറമ്പലച്ചൻ നാട്ടിലേറെ നവീകരണ പ്രസ്ഥാനങ്ങൾ നടത്തി ഒടുവിൽ ആഫ്രിക്കയിൽ പോയി തൻസാനിയായി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പ്രാർത്ഥിക്കാൻ ആളുകൾ പോയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം അദ്ദേഹത്തെ ബില്ലച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ദേവസ്യ കുഴിപ്പിലച്ചൻ കാരിസ് ഭവന് സ്ഥലം കൊടുത്ത് അതിനുവേണ്ടി പ്രോത്സാഹനം തന്ന് ഞാൻ ഏത് കൺവെൻഷന് പോകുമ്പോഴും വരികയും കൂടെ ആയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിയായിരുന്നു. അതുപോലെ നമുക്കൊരിക്കലും മറക്കാനാവാത്ത പാട്ടുകളൊക്കെ നമുക്ക് എഴുതിത്തരുന്ന, ആദ്യം പാട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഒരു മനക്കലച്ഛനുണ്ടായിരുന്നു, അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. ജോസഫ് മനക്കൽ, പൊക്കം കുറഞ്ഞ ഒരാൾ. അതുപോലെ തന്നെ വേറെ അഗസ്റ്റിൻ പള്ളിക്കുന്ന്, പൊക്കം കൂടിയ ആൾ, നല്ല ഉയരമുണ്ടായിരുന്നു, നല്ല പ്രസംഗം. അമേരിക്കയിൽ പോയി നവീകരണത്തെപ്പറ്റി പഠിച്ച് പ്രാർത്ഥിച്ച് നാട്ടിൽ വന്ന് ഏറെ വചനപ്രഘോഷം നടത്തി പാട്ടുകൾ എഴുതുമായിരുന്നു. ആ പാട്ടുകൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്രായം കൂടിയ കിഴക്കടത്തച്ഛനെ ഓർക്കുന്നു, ജോസഫ് കിഴക്കടത്തൻ. അദ്ദേഹം നവീകരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചു. പിതാവ് ജെറോം ഫെർണാണ്ടസിന് ശേഷം പിന്നീട് നമുക്കറിയാം ജോസഫ് പുതിയാത്ത്, അതുപോലെ കളത്തിലച്ഛൻ, ജോർജ് കളത്തിൽ, ഇവരൊക്കെ ആയിരുന്നു നവീകരണത്തിന് ചുക്കാൻ പിടിച്ചവർ എന്ന് നമുക്കറിയാം. അതുപോലെ നമുക്കറിയാം 2 വ്യക്തികളെ, പൊട്ടനാനി അച്ഛൻ സെബാസ്റ്റ്യൻ പൊട്ടനാനി, SVD ദമ്പതികൾക്ക് വേണ്ടി ധ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് കടുത്തുരുത്തിയിലുണ്ടായിരുന്നു. നമുക്കദ്ദേഹത്തെ മറക്കാൻ ഒരിക്കലും അല്ല. അതുപോലെ തന്നെ ലന്തപ്പറമ്പിലച്ഛൻ, പ്രായമുള്ള ഒരു ജെസ്യൂട്ട് അച്ഛൻ, ഈശോസഭക്കാരൻ, ട്രിവാൻഡ്രത്തായിരുന്നു. ഞാൻ അവിടെ സെൻറ്റ് ജോസഫ് കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ കൂടെ വരികയും
അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ഇന്നും സ്വർഗത്തിരുന്നുകൊണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുരുത്തി മറ്റത്തിൽ അച്ഛൻ ആദ്യം തന്നെ ധ്യാനം കൊടുത്ത ഒരാളാണ്. ഞങ്ങൾ രണ്ടും സമകാലീനരായിരുന്നു, ഒരേ സമയത്താണ്. ഞാൻ ചങ്ങനാശ്ശേരി ധ്യാനിപ്പിക്കുമ്പോൾ 75-ൻ്റെ അവസാനം അദ്ദേഹം മലബാറിലും ധ്യാനങ്ങൾ കൊടുത്തിരുന്നു. ഒരു പുണ്യവാനായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ പറയും. അദ്ദേഹം മങ്കുഴിക്കരി പിതാവിൻ്റെ കൂടെ പിന്നീട് വികാർ ജനറലായിട്ട് പ്രവർത്തിച്ചു. തുരുത്തിമറ്റത്തച്ഛനെ നമുക്ക് ആർക്കും മറക്കത്തില്ല. പാലായിലെ ജോസഫ് തെക്കേ മുറി അച്ഛൻ, അദ്ദേഹം അതുപോലെ ഏറെ ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു വൈദികനായിരുന്നു. അതുപോലെ തന്നെ ആലഞ്ചേരി ഐസക്ക് ചങ്ങനാശ്ശേരി മറക്കാൻ പറ്റത്തില്ല. ഐസക്ക് അച്ഛൻ മരിച്ചിട്ട് അതെന്താളായില്ല. നമ്മുടെ കൂടെ എല്ലാം പ്രവർത്തിച്ച് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോയി ചിറ്റൂര് അടുത്തൊരു കാലത്താണ് വെങ്കതനായത്. അതുപോലെ ജെയിംസ് വടക്കേ, അദ്ദേഹം കോടമംഗലം രൂപതയിൽപ്പെട്ട ആളാണ്. അതുപോലെ ആർക്കും എനിക്കോ ഒരിക്കലും മറക്കത്തില്ല മുണ്ടഞ്ചേരി അച്ഛൻ, ആ നല്ല പാട്ടും പാടി നല്ല പുഞ്ചിരിയോടെ നടന്ന സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛൻ. അദ്ദേഹം ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചേർന്ന് മഞ്ഞുമേലേറെ ധ്യാനങ്ങൾ നടത്തി. നമുക്കറിയാം അപകടം വന്ന് കോട്ടയത്ത് വെച്ച് അദ്ദേഹം കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയുണ്ടായി എന്ന്. ഇങ്ങനെ എണ്ണി പറയുമ്പോൾ ഏറെ വൈദികരെയാണ് മനസ്സിൽ വരുന്നത്. ഇവരെല്ലാം ഇന്ന് നിശ്ചയമായിട്ടും കരിസ്മാറ്റിക് വികസനത്തെ ഊട്ടി വളർത്തിയവരാണ്, അനുഗ്രഹിച്ചു വളർത്തിയവരാണ്, പ്രോത്സാഹിപ്പിച്ചു വളർത്തിയവരാണ്. ഇന്ന് സ്വർഗത്തിൽ നിന്നുകൊണ്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വാരി വശിക്കുന്നവർ ആണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ പ്രബുദ്ധരായ കന്യാസ്ത്രീമാർ, ക്ലിയോപാട്രാമയെ മറക്കത്തില്ല. നമുക്കറിയാം കർമ്മലിത്ത മഠത്തിലെ തൃശ്ശൂർ ക്ലിയോപാട്ര, അതുപോലെ MSJയിലെ സിസ്റ്റർ ക്രിസ്റ്റി എലക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജർമ്മൈൻ സിസ്റ്റർ ഓടി നടന്ന് നല്ല ശബ്ദത്തിൽ പ്രസംഗിക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിയോപാട്രാമ ശാന്തയായിരുന്നു, ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. എങ്കിലും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പിന്നിൽ നിന്നുകൊണ്ടൊരു വിശുദ്ധയായി ജീവിച്ച് അദ്ദേഹത്തിൻ്റെ കബറിടത്തിങ്കിൽ ഞാൻ പലപ്പോഴൊക്കെ പോയി പ്രാർത്ഥിക്കാറും ഉണ്ട്. തൃശ്ശൂർ ഭാഗത്ത് പ്രത്യേകിച്ച് ഷക്കീനാലൊക്കെ പോകുമ്പോൾ. അതുപോലെ തന്നെ വിസിറ്റേഷൻ സിസ്റ്ററായിരുന്ന മാർസിലേനസ് കടങ്ങൂര് എന്നൊക്കറിയാം. ഇതുപോലെ അപകടം വന്നു, കിടന്നു, മരിച്ചു എന്ന് നമുക്കറിയാം. അവളും ഒരു കരിസ്മാറ്റിക്കായിരുന്നു. മേരി ലിറ്റി നിങ്ങൾക്കെല്ലാം അറിയാം. കുന്നന്താനത്തുണ്ടായിരുന്ന സിസ്റ്റർ സേവിയർ CSN സഭയിൽപ്പെട്ട പ്രസംഗിക്കുന്ന ആ കരകുറ്റിയിലുണ്ടായിരുന്ന സിസ്റ്റർ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരിക്കലും മറക്കാൻ മേലാത്ത ആത്മേനികൾ ധാരാളം പേർ. റോസ്ലിൻ ചെറിയാൻ നമുക്കറിയാം, പാലാ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു. അതുപോലെ തന്നെ മേരി പൈനാടത്ത് നമ്മുടെ നായ്ക്കമ്പറമലച്ചൻ്റെ കൂടെ നടന്ന് അതേറെ പ്രസംഗിക്കുകയും നവീകരണത്തിന് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഡിവൈനിൽ വെച്ച് അവസാനം കണ്ടതും ഒരു ചുംബനം കൊടുത്തും ഒക്കെ ഓർക്കുന്നു. അന്നപ്പോൾ വീൽ ചെയറിൽ ആയിരുന്നു. അതുപോലെ നമുക്കൊരിക്കലും മറക്കത്തില്ലാത്തൊരു വ്യക്തി മാത്യു സാർ, അഡ്വക്കേറ്റ്, തിരുവനന്തപുരത്ത് നിന്ന് ശക്തനായിട്ട് ഓടി നടന്ന് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങും പോയി പ്രസംഗിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് നല്ല ഇംഗ്ലീഷ് വശമുണ്ടായിരുന്നു. അവൻ നല്ലപോലെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പ്രസംഗിക്കാൻ എന്ന് അദ്ദേഹം പോകുമായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ നമുക്കറിയാം പൊക്കം കുറഞ്ഞ ഒരു മുണ്ടൻ, അതാണ് ബേബി മൂഴൂർ. നമുക്കറിയാം ബേബിച്ചായ എന്ന് വിളിക്കുമായിരുന്നു. അടുത്ത നാളാണ് അദ്ദേഹം സ്വർഗപ്രാപ്തൻ ആയത്. അതുപോലെ നമ്മുടെ നാട്ടുകാരനായ തുടിപ്പാറ സക്കറിയാസ്, അദ്ദേഹം ജർമ്മനിയിലും വിവിധ സ്ഥലങ്ങളിലും വചനം പ്രഘോഷിച്ച് നടന്ന് അടുത്തൊരു നാളിലാണ് ഭരണങ്ങാനത്ത് ശവസംസ്കാരം നടത്തി. ഇന്ന് അദ്ദേഹം സ്വർഗത്തെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദമ്പതികളുടെ ധ്യാനങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനം കൊടുത്ത് എവിടെയും ഓടി നടന്ന ജെയിംസ് അബ്രാഹത്തെ എങ്ങനെ മറക്കാനാവും? അതുപോലെ തന്നെ കപ്പുച്ചിൻ അച്ഛന്മാരുടെ കൂടെ നിന്നുകൊണ്ട് അശീഷി ഭരണങ്ങാനത്തുണ്ടായിരുന്ന കുഞ്ഞേട്ടൻ മൂക്കൻ തോട്ടം മറക്കാനാവാത്ത വ്യക്തി. അതുപോലെ കൊച്ചിയിലും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലും കാരിസ് ഭവനിലും മറ്റ് വിവിധ സ്ഥലങ്ങളിലും പോയിരുന്ന OJ വിക്ടർ, നിങ്ങൾക്കറിയാവുന്ന ആളാണ്. അദ്ദേഹം ഹൈദരാബാദിൽ വെച്ചാണ് മരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ നാക്ക് അഴുകാതിരിപ്പുണ്ട് എന്ന് നമ്മൾ പത്രത്തിൽ കൂടി അറിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശവകുടീരം മാന്തിയപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ കർത്താൻ നന്ദി പറയാണ്. നമ്മുടെ അരവിന്ദാക്ഷ മേനോൻ, അതുപോലെ ചാക്യാർ, ഇവരുടെയൊക്കെ നല്ല നല്ല സാക്ഷ്യങ്ങൾ എത്രമാത്രം. അതുപോലെ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു വ്യക്തിയുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഏറെ നാളുകൾ കൂടി കാണുകയുണ്ടായി. പാലന്തട്ടയിൽ ജോസഫ് എന്ന് പറഞ്ഞ കുറവിലങ്ങാട്ടെ പ്രൊഫസർ,
ഓടി നടന്ന് പ്രവർത്തിച്ചു വന്നു. എൻ്റെ കൂടെ എത്രനാൾ പ്രവർത്തിച്ച ഒരു വ്യക്തി. അദ്ദേഹം കാരണമാണ് അവിടെ കൊറോണങ്ങാട്ട് വലിയ കൺവെൻഷനൊക്കെ നടക്കാൻ ഇടയായാലും പാലത്തട്ടിലെ ജോസഫിനെയും നന്ദിയോടെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയാൻ ഇവർ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് തോമസ് വലിയാറ കുമരകംകാരൻ പാട്ടുപാടാനായിട്ട് ഓടി നടക്കുമായിരുന്നു നായ്ക്കമ്പറമ്പലച്ചൻ്റെ കൂടെ, എൻ്റെ കൂടെ. അങ്ങനെയൊക്കെ സ്വർഗത്തിലേക്ക് പോയ വ്യക്തികൾ ആണ് ഇവരെ. പ്രിയപ്പെട്ടവർ, ഇവരെയെല്ലാം നമുക്ക് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കാം. അവർ നമുക്ക് വേണ്ടി കണിശമായിട്ടും പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഫലം നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് സ്വയംപ്രേരിതമായിട്ട് പറഞ്ഞുകൊണ്ട് പല പേരുകളും വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഓർമ്മയിൽ കൊണ്ട് നല്ല ഇത് എൻ്റെ ലിസ്റ്റാണ്. ഇവരൊന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് സ്വർഗത്തിലിരുന്ന്. ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നം കാണാറുണ്ട്. ഞാൻ സ്വപ്നക്കാരനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ സ്വപ്നത്തിൽ, ആ പ്രാർത്ഥനയിൽ ഇവരുമായിട്ട് ഒന്നിച്ചിരുന്ന് കൈകോർത്ത് പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനാപിതാവ് ഒന്നിച്ചിരുന്നും നവീകരണത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയും, സന്തോഷിക്കും. അതുകൊണ്ടാണ് തലക്കെട്ട് ഞാൻ പറഞ്ഞത് ചിരിക്കുന്നു എന്ന്. ഇന്ന് നാട്ടിൽ ഓടി നടന്ന് അന്നുണ്ടായിരുന്ന ആ ചൂടിനേക്കാൾ ചൂടുള്ളവർ ഓടി നടക്കുന്നുണ്ട്. സന്തോഷ് മാത്രം, അല്ലെങ്കിൽ തങ്കച്ചായ, ഞാൻ തങ്കച്ചൻ മോൻ എന്ന് വിളിക്കും, ആലിശൂട്ടി ചേച്ചി അല്ലെങ്കിൽ മേരിക്കുട്ടി ചേച്ചി, ഇവരൊക്കെ തീപ്പന്തങ്ങളായിട്ട് നടക്കുന്നത് ഓർത്ത് സന്തോഷിക്കുകയാണ് സ്വർഗത്തിൽ അവരെല്ലാം. അതേസമയം ചിരിക്കുന്നു എന്ന വാക്കിന് വേറൊർത്ഥമുണ്ട്. എന്ത് ഇളിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഷമം കൊണ്ട്, വിഷമിച്ചുകൊണ്ടുള്ള ചിരി. അതെന്താണെന്ന് ചോദിച്ചാൽ, നവീകരണം എന്തിനു വേണ്ടി തുടങ്ങിയോ അപ്രകാരമല്ലാതെ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അത് മാറിപ്പോയി. അന്ന് കാലത്ത് അവരൊക്കെ പ്രവർത്തിച്ചപ്പോൾ, നിങ്ങൾക്കറിയാം 52 വർഷത്തെ ചരിത്രം എനിക്കുണ്ട്, 51 വർഷത്തെ കരിസ്മാറ്റിക് ചരിത്രം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരും പ്രസംഗിച്ചത് കർത്താവിൻ്റെ ഒരു വാക്കായിരുന്നു, അനുതപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അനുതാപം പ്രസംഗിക്കുമായിരുന്നു, പാപത്തെപ്പറ്റി പ്രസംഗിക്കുമായിരുന്നു, കുമ്പസാരത്തിൻ്റെ ആവശ്യം, വിശുദ്ധ കുർബാന, യേശുവുമായുള്ള ഐക്യം, പരിശുദ്ധാത്മാവ്, ആത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, അങ്ങനെ ക്രിസ്തുവിലുള്ള നവീകരണം. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം എന്നറിയപ്പെട്ടിരുന്നത് അല്ലാതെ ഭൗമിക കാര്യങ്ങൾ നേടാനായിട്ട് അല്ലായിരുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ കർത്താവിൽ നമ്മുടെ വിശ്വാസം ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വച്ചിരിക്കുന്നതെങ്കിൽ മറ്റാരേക്കാൾ നമ്മൾ ദൗർഭാഗ്യവാന്മാരാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 1 കൊറിന്തോസ് 15:19. പ്രിയ മക്കളെ, ഇന്ന് പല തരത്തിലും അങ്ങനെ പോയിട്ടുണ്ട്. ആത്മീയതയിൽ നിന്ന് വ്യതിചലിച്ച് മതാത്മകതയിലേക്ക് ഒരുപക്ഷെ പോയി, ഭൗമികതയിലേക്ക് പോയി. ഇത് കണ്ടുകൊണ്ടും ചിരിക്കുന്ന ആ വിശുദ്ധർ സ്വർഗത്തിൽ. അതുകൊണ്ട് ആ ചിരി എന്ന് പറഞ്ഞത് കരിസ്മാറ്റിക്കുകളെ നോക്കി ചിരിക്കുന്നു. ഒന്ന് ചിരിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറയുന്നു, ഹല്ലേലൂയ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അതേസമയം മനസ്സിൽ വിഷമമുണ്ട്. ഇന്നത്തെ ചില പ്രക്രിയകൾ കാണുമ്പോൾ അത് കരിസ്മാറ്റിക്കുകളാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നു. ഒന്നെങ്കിൽ പണമുണ്ടാക്കാൻ, സ്വത്തുണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ വീടുകൾ പണിയാൻ, സ്ഥലം മേടിക്കാൻ, ഹോട്ടൽ പണിയാൻ, ഭൗമിക കാര്യങ്ങൾ നേടാൻ, വിദേശത്ത് പോകാൻ, ഇങ്ങനെ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിന് പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്ന അഥവാ ദുരുപയോഗിക്കുന്ന ഒരു കാലസന്ധി. ഇത് നവീകരണത്തിലൊരു ശുദ്ധീകരണം ആവശ്യം ഇന്നാണ്. കരിസ്മാറ്റിക് നവീകരണത്തിന് ഈ സുവർണ ജൂബിലിക്കാലത്ത് ഒരു നവീകരണം കൂടിയേ തീരൂ. ആ പഴയതിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തെ ഉത്ബുദ്ധമാക്കുവാനായി, ശക്തമാക്കുവാൻ ഏറെ പ്രാർത്ഥിക്കുന്നവരായ ജനങ്ങളെ മാറ്റണം. പാപം വിട്ടുപേക്ഷിച്ച് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് പാപമില്ലാതെ പാപം ഉപേക്ഷിച്ചുള്ള ജീവിതമാണ്. യേശു ക്രിസ്തുവിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അങ്ങേ രാജ്യം വരണമേ, അനുതപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ 2 വാക്കാണ് ഇനിയും കൂടുതൽ ശ്രദ്ധേയമായിട്ട് പ്രസംഗിക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതും എന്ന് ഒരു വയസ്സനായ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് സ്വർഗത്തിരിക്കുന്ന ഇവരുടെയും മനസ്സിൽ, ഈ പിതാക്കന്മാരുടെയും അവരുടെ അച്ഛന്മാരുടെയും ഈ കന്യാസികളുടെയും ഈ അൽമേനികളുടെ എല്ലാം മനസ്സിൽ കിടക്കുന്ന ഇതാണ്. എപ്രകാരം കരിസ്മാറ്റിക് നവീകരണം ആരംഭത്തിൽ പോയോ അതുപോലെ ഭാവിയിലും പോകാൻ ഇടയാക്കണമേ കർത്താവേ. അനേകം പേർ നവീകരിക്കപ്പെട്ട് സ്വർഗരാജ്യം, ദൈവരാജ്യം സ്വന്തമാക്കുവാൻ. ഈ രാജ്യം അല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, ഇവിടെയല്ല. ഇത് വ്യക്തമാക്കിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക്, പുണ്യജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുവാൻ നവീകരണം ഇടയാക്കട്ടെ. ഇതാണ് എൻ്റെയും എളിയ പ്രാർത്ഥന. ഞാൻ ഈ മരണം മൂലം വേർപെട്ട വിശുദ്ധരുടെ കൂടെ പ്രാർത്ഥിക്കും. അതിൻ്റെ ഒരു ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടും
വിവിധ രാജ്യങ്ങളിൽ പോകാനും പ്രസംഗിക്കാനും എല്ലാം ശക്തി തരുന്നതിൻ്റെ ഒരു സോഴ്സ് ഇതാണ് പരേതാത്മാക്കളുടെ പ്രാർത്ഥന. പ്രത്യേകിച്ച് പരേതരായ വൈദികർ, അല്ലെങ്കിൽ പരേതര ബിഷപ്പ്മാർ, അല്ലെങ്കിൽ കൂട്ടുകാർ, കുടുംബക്കാർ, ഇവരുമായിട്ടുള്ള കൂട്ടായ്മ എനിക്കുണ്ട്. അതിലൊരു കൂട്ടായ്മയാണ് ഒരു കരിസ്മാറ്റിക് കൂട്ടായ്മ സ്വർഗത്തിൽ. ഞാൻ അവരുടെ കുറേ പേരുടെ പേരുകൾ പറഞ്ഞു, എല്ലാം പറഞ്ഞില്ല എങ്കിൽ ക്ഷമിക്കണം. അവരെ കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണം ഒന്നുകൂടി ഉണർവുള്ളതും ശക്തമാകുവാനും കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. കാരണമുള്ള കർത്താവേ, ഈ നിമിഷം ശ്രമിച്ചവരോട് അങ്ങ് അനുഗ്രഹം ഭക്ഷിച്ച് കാത്തുകൊള്ളണമേ. ഓരോരുത്തരെയും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇന്നത്തെ കരിസ്മാറ്റിക് നവീകരണം കേരളത്തിലേത് കർത്താവേ ഏതെങ്കിലും തരത്തിൽ ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി ശക്തമായി, പഴുതലും ശക്തമായി മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കണമേ. പരേതരായ വൈദിക ശ്രേഷ്ഠന്മാരുടെയും അതുപോലെ തന്നെ വൈദികരുടെയും അൽമേനികളുടെയും കന്യാസികളുടെയും പ്രാർത്ഥനകൾ അതിന് പ്രചോദനമായിരിക്കട്ടെ, അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങളെല്ലാവരും ആ പരലോകത്തിൽ, ആ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. അവരോടൊപ്പം അതിലുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്നും ആ പഴയ രീതിയിൽ, ആ പഴയ ശക്തിയോടെ പോകുന്ന ഏറെ പേരുണ്ട്. പഴയ കാലത്ത് നവീകരണത്തിൽ വന്നവർ അതേപടി വളർന്ന് അത് ഉയരുന്നത് ഞാൻ കാണുന്നുണ്ട്. അതേസമയം ചിലരൊക്കെ ഇപ്പോൾ ആ ഭൗമിക കാര്യങ്ങൾ കിട്ടിയില്ല എന്ന ആ വിഷമത്തിൽ സങ്കടപ്പെട്ട് നവീകരണം വിട്ടുപോയവരെയും കാണുന്നുണ്ട്. കാരണയുടെ കർത്താവേ, നവീകരണത്തിൻ്റെ ആഴമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഇവരെ ഒന്നാക്കണമേ, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെ കാലമായി ഇറങ്ങി വന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, വിശുദ്ധീകരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നായി നമ്മൾ, യേശുവിൽ ഒന്നായി നമ്മൾ, ആത്മാവിൽ ഒന്നായി നമ്മൾ, സോദരരായി ഒന്നായി നമ്മൾ, യേശുവിൽ ഒന്നായി നമ്മൾ, ആത്മാവിൽ ഒന്നായി നമ്മൾ, സോദരരായി. Praise the Lord. Amen.